ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് ഇടുന്ന വീഡിയോ ഒന്ന് അമ്പലത്തിൽ പോണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു. പെട്ടെന്നാണ് പോകണം തോന്നിയത്. അപ്പോൾ പിന്നെ വേഗം പോകാമെന്ന് വിചാരിച്ചപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ അമ്പലം എന്ന് പറഞ്ഞാൽ അന്തിക്കാടാണ്. അന്തിക്കാട് കഴിഞ്ഞ് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. അന്തിക്കാട് കഴിഞ്ഞ് മഞ്ഞപ്പിത്തം സ്റ്റോപ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ നാടാണിത്, ഞങ്ങളുടെ ചെറിയൊരു ഗ്രാമപ്രദേശം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൂടെ അങ്ങനെ ചെറിയ ചെറിയ കാഴ്ച നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ടല്ല പോണത് അമ്പലത്തേക്ക്, രണ്ടാമത്തെ പ്രാവശ്യമാണ് പോണത്. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഭയങ്കര ഇതായിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഇങ്ങനെ വണ്ടിയിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇവിടെ കുറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇനിയുണ്ട് കേട്ടോ, കുറേ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതേ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. ഇവിടെ ഒരു പാർക്കുണ്ട്. പിന്നെ നമ്മുടെ ബണ്ട്, അതായത് ഞങ്ങൾ കോഞ്ചിറ എന്ന് പറയും. അപ്പോൾ അവിടെ ഒരു നല്ലൊരു അപ്പുറത്തും പാലം, അതിൻ്റെ അപ്പുറത്തും വെള്ളമൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും പോണത് ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. കാരണം അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കൂട്ടുകാർക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ അവിടെ എത്തി. ഞാൻ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. പാർക്ക് എത്തുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ അത്ര തിരക്കുള്ള പാർക്കൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, നല്ല പാർക്കാണ്. അത്യാവശ്യം വൈകിട്ട് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും, വരാറുണ്ട്. അങ്ങനെ പാർക്ക് കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ ബണ്ട്, കോഞ്ചിറ ബണ്ട്. കോഞ്ചിറ ഇവിടെ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ആൾക്കാരൊക്കെ ഇടയ്ക്ക് വന്ന് ഫോട്ടോ എടുക്കലും ഷൂട്ടിങ്ങും അങ്ങനത്തെയൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടുന്ന് അങ്ങനെ അപ്പോൾ ഞാനത് നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ അതും കൂടി ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ അത്ര ഇത് തോന്നുന്നുണ്ടാവില്ല, പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇടയ്ക്ക് വരാറൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിതേ അമ്പലം എത്തി. ഇതാണ് അമ്പലം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ അമ്പലം. ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിതേ അമ്പലത്തേക്ക് പോവാൻ വേണ്ടി. ഇതാണ് അമ്പലത്തിൻ്റെ പേര്, വരാഹി ദേവി ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ വെച്ചാൽ ഭയങ്കര നമ്മളെന്തെങ്കിലും നന്നായി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നടക്കുന്നതാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് ഇവിടെ ഏത് സമയത്ത് ഇവിടെ 10 മണി വരെയാണ് കേട്ടോ ടൈം. ഇന്ന് സൺഡേ ആയ കാരണം കുറച്ച് കൂടുതൽ നേരം ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആളുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. കാരണം മഴ പെയ്ത് ഇത് പാടത്തിൻ്റെ നടുവിലാണ് ഈ അമ്പലം. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് വെള്ളം നിറഞ്ഞ് ആകെ എന്താ പറയുക, വെള്ളത്തിൽ കൂടെ വേണം ഇനി അമ്പലത്തിലേക്ക് പോവാൻ. അത്രയും വെള്ളമുണ്ട്. ഞങ്ങളിതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നത് എങ്ങനെയാ വെച്ചാൽ അന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് ഇതുപോലത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ആദ്യത്തെ അനുഭവമായ കാരണം പക്ഷെ നല്ലൊരു രസമല്ലേ, നമുക്കൊരു വൈബല്ലേ. അങ്ങനെ എൻ്റെ കൂട്ടുകാരിയാണിത്. അപ്പോൾ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് തൊഴുത ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല ആഴമുണ്ട് കേട്ടോ, കാരണം നല്ല ആഴമുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ഫുള്ളൊരു ഇതെടുത്തതാണ്. ഇതാണ് പാടാണ് നിറഞ്ഞു കിടക്കുന്നത്, ഫുൾ പാടാണ്. അതാണ് ഇങ്ങനെ മൊത്തം വെള്ളത്തിലാണ് ഇപ്പോൾ. അങ്ങനെ ഉള്ളിൽ കയറിയിട്ടൊന്നും എടുത്തില്ല കേട്ടോ. ഫുള്ള് അമ്പലത്തിൻ്റെ ഉള്ളിലും വെള്ളമാണ്, കൗണ്ടറിൻ്റെ അവിടെ വെള്ളമാണ്, ഫുള്ള് വെള്ളമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇനിയിപ്പോൾ മഴ കൂടിക്കഴിഞ്ഞാൽ അത് നിറയെ കൂടുതലാവുകയുള്ളൂ. ഇത് കൂടെ മീനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി, കാരണം ഉള്ളിൽ നിന്നൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്ത് ഇറങ്ങിയപ്പോൾ ഉള്ള ഇതാണിത്, കണ്ട, എല്ലായിടത്തും വെള്ളമില്ലാത്തൊരു സ്ഥലമില്ല. അമ്പലത്തിൻ്റെ ഉള്ളിലും വെള്ളമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. കാരണം ഇത്രയും നല്ലൊരു അമ്പലം ഇങ്ങനെ ഒരു അവസ്ഥയിലായപ്പോൾ ഒരു വിഷമം ഉണ്ട്. ഇനിയിപ്പോൾ ഇവരെന്തെങ്കിലും ചെയ്യണോ ഇതിന് വേണ്ടിയിട്ട് അറിയില്ല. ബണ്ട് പൊട്ടിക്കുക എന്തെങ്കിലും ചെയ്താൽ ഇനി എന്തെങ്കിലും ഇത് വെള്ളം കുറയുള്ളൂ. അങ്ങനെ മഴ നിൽക്കുകയാണെന്ന് വെച്ചാൽ അത് കൂടാനേ സാധ്യതയുള്ളൂ.
അപ്പോൾ എന്താ ഒരു വിഷമം, നമ്മുടെ നല്ലൊരു അമ്പലം ഇങ്ങനൊരു അവസ്ഥയിലാവുമ്പോഴുള്ളൊരു വിഷമം. അപ്പോൾ അങ്ങനെ എന്നാലും ആളുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട്. ഇതാണ് അമ്പലം കേട്ടോ, കണ്ട അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളമാണ്. നമ്മൾ വെള്ളത്തിൽ നിന്നിട്ട് വേണം തൊഴാൻ. പക്ഷെ ഭയങ്കര ശക്തിയുള്ള മൂർത്തിയാണ് കേട്ടോ, ഭയങ്കര ശക്തിയുള്ള മൂർത്തിയാണ് പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് നന്നായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം നടക്കുമെന്നാണ് ഒരു വിശ്വാസമുണ്ട്. പിന്നെ അവിടെ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് കലപ്പയാണ്. കലപ്പ നമ്മൾ വഴിപാടായിട്ട് കൊടുക്കുക. എന്നിട്ട് വഴിപാടായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ പറയുക, അപ്പം അത് നടക്കുന്നതാണ് ഒരു ഐതിഹ്യം. അപ്പോൾ നമ്മളതിന് കലപ്പ വഴിപാട്, അതാണ് അവിടുത്തെ മെയിൻ വഴിപാട് കേട്ടോ. പിന്നെ അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇറങ്ങി വെള്ളത്തിൽ കൂടെ പുറത്തേക്ക് ഞങ്ങൾ ഉള്ളുന്ന തൊഴുത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് അവസ്ഥ. ഇത് മുട്ട് വരെ വെള്ളമുണ്ട് കേട്ടോ, മുട്ട് വരെ വെള്ളമാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുറയും. ഇതിപ്പോൾ നമ്മൾ സെൻറ്റർ നടുഭാഗത്തൊക്കെ എത്തിയാൽ ഫുള്ള് വെള്ളം. അങ്ങനെ അവിടെ ഇപ്പോൾ നമ്മൾ ഇതുണ്ട്, അന്നദാനം ഉണ്ട്. അതായത് നമുക്ക് കഞ്ഞിയും ഇതാണ് അവിടുത്തെ പ്രസാദം. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും കഴിച്ചു, ഇപ്രാവശ്യവും ഞങ്ങൾ കഴിച്ചു. അത് നമ്മൾക്ക് ഇവിടുത്തെ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പ്രസാദത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതൊന്നും കഴിച്ചൊന്നും വരില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടാത്തവർ പോലും ആ പ്രസാദം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എനിക്ക് കഞ്ഞി ഇഷ്ടമല്ല, പക്ഷേ ഞാൻ അവിടുത്തെ പ്രസാദം കഴിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാരിയാണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഇത് തൊഴുത് കഴിഞ്ഞ് ഞങ്ങളിത് വണ്ടിമ്മ കയറി വീണ്ടും തിരിച്ചു പോവാണ്. അങ്ങനെ തിരിച്ച് നന്നായി പ്രാർത്ഥിച്ച് ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളിത് നല്ല സന്തോഷത്തോടു കൂടി ഞങ്ങളിത് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു സ്റ്റീൽ പാലമുണ്ട് കേട്ടോ, അതിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പുറത്തും പുഴയാണ്. അപ്പോൾ ഈ സ്റ്റീൽ പാലത്തിൽ കൂടിയാണ് നമ്മൾ പെട്ടെന്ന് എത്തും ഇതിൽ പോയി കഴിഞ്ഞാൽ. പിന്നെന്താ വെച്ചാൽ ഇതിൽ കൂടെ 2 വീലർ മാത്രമേ പോവുള്ളൂ, അത്രയ്ക്കുള്ള ഇതുള്ളൂ. അപ്പോൾ ഈ സ്റ്റീൽ പാലം എല്ലാവരും വന്നിട്ട് ഒരുവിധ ആൾക്കാർ ഇവിടെ വരാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്, വീഡിയോ എടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റീൽ പാലത്തിൻ്റെ എൻ്റെ കൂട്ടുകാരി സ്റ്റീൽ പാലത്തിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അവളെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇത് കൂടെ പോയതാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ അപ്പുറം ഇപ്പുറം കാണാൻ നല്ല രസമാണ്. അതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, കാരണം ലേറ്റായി. അപ്പോൾ പിന്നെ ഇനി മഴ വന്നാലോ വെച്ചിട്ട് മഴ നിന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മഴ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വേഗം ഞങ്ങൾ അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ദേവിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് എത്തി.